കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്നതുകൊണ്ട് ഡൽഹി ജന്തർ മന്ദറിൽ സുരക്ഷ ശക്തമാക്കി. പ്രധാനപ്പെട്ട റോഡുകളിൽ പരിശോധന കർശനമാക്കി കഴിഞ്ഞു ഡൽഹി പോലീസ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പ്രതിഷേധം. ഇപ്പോൾ തന്നെ കടുത്ത നടപടികളിലേക്ക് ഡൽഹി പോലീസ് കടന്നു കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ രണ്ടാമത്തെ പ്രതിഷേധമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രതിഷേധം. എന്നാൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ജന്തർ മന്ദറിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ തന്നെ പോലീസ് വിന്യാസം ഇവിടെ ഉണ്ട്. ഡൽഹി പോലീസിനോടൊപ്പം തന്നെ കേന്ദ്രസേനാ അംഗങ്ങളെയും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വിന്യസിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പ്രകോപനപരമായ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധമായിരിക്കും ഇന്നും ജന്തർ മന്ദറിൽ നടക്കുക എന്നാണ് CJP ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നത്തെ പ്രതിഷേധത്തിൽ പ്ലേറ്റുകളും സ്പൂണുകളുമായി എത്താനാണ് പ്രവർത്തകരോട് CJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാത്രങ്ങൾ കൊട്ടിക്കൊണ്ടാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടെ നടത്താനുള്ള ഒരു ആഹ്വാനമാണ് CJP നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ CJPയുടെ പ്രതിഷേധം എന്നുള്ളത് അത് ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം, എത്രത്തോളം പേർ പങ്കെടുക്കും എന്നതുമായി ബന്ധപ്പെട്ട പോലീസിന് കൃത്യമായ ഒരു ആശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിലിപ്പോൾ പല നഗരങ്ങളിലും CJP പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് വീണ്ടും ജന്തർ മന്ദറിലേക്ക് തിരികെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധത്തിന്റെ ശൈലി എന്ത്, എത്രത്തോളം പേർ പങ്കെടുക്കും എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഏകദേശ ധാരണ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മിതമായ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ സെൻട്രൽ ഡൽഹിയിലുള്ള പോലീസ് സാധാരണ പോലീസിനെ കൂടാതെ കേന്ദ്രസേനാ വിന്യാസം മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എന്നാൽ അതിര് കടക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് റോഡുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന പ്രതിഷേധത്തിൽ അഭിജിത്ത് ദീപ്കയ്ക്ക് ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കും മറ്റ് നിരവധി മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കും എന്നാണ് CJP അവകാശപ്പെടുന്നത്. അതേസമയം ഇന്നത്തെ പ്രതിഷേധത്തിൽ കൂടുതലായും വിദ്യാർത്ഥികളെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും CJP വക്താക്കൾ അറിയിക്കുന്നു. എന്തായാലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പ്രതിഷേധത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ജന്തർ മന്ദറിൽ CJPയുടെ പ്രതിഷേധം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.